नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हमने प्रदीप पंत के बारे में और उसके यात्रा वृत्तांत के बारे में पढ़ा। ये पाठ का नाम है चिरापुंजी से आया हूँ फिर भी प्यासा। നമ്മൾ ചിറാപുഞ്ചി എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സ്ഥലത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ യാത്രയിൽ ലേഖകൻ്റെ കൂടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ തന്നെ ഓഫീസർമാരായിട്ടുള്ള സംഗമയുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രയിൽ നമ്മൾ മേഘാലയ കണ്ടു, അതുപോലെ തന്നെ ഷില്ലോങ് കണ്ടു. അങ്ങനെ കുറേ പർവ്വത പ്രദേശമാണ്, 2 സൈഡിലും മഞ്ഞ് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകത എന്ന് പറയുന്നത്, ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാൽബർ വർഷാമിൽത്തിഹി, അതായത് വർഷം മുഴുവൻ അവിടെ മഴ കിട്ടുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിലേക്കും വെച്ച് സബ്സെ അധിക് വർഷ വാലെ സ്ഥാൻ കേലിയെ പ്രസിദ്ധ ഹെ ചിറാപുഞ്ചി എന്ന് പറഞ്ഞാൽ. നമ്മളതിൽ ഇവിടെ കടന്നു പോകുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പർവ്വത പ്രദേശങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഗാസികാരോ ജയന്തി എന്നുള്ളത് വീണ്ടും 5 ജില്ലകൾ വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ നമ്മൾ പറഞ്ഞു അവിടുത്തെ സമ്പ്രദായം പാരിവാരിക വ്യവസ്ഥ കൈസിഹി എന്ന് പറഞ്ഞു, നമ്മൾ പാത്രസത്താത്മകം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ബാസാറിനെ കുറിച്ച് പറഞ്ഞു, മായ്ത്തി ബാസാർ എന്ന് പറഞ്ഞു. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളാണ് അവിടെ കച്ചവടം നടത്തുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനിടയിൽ നമ്മൾ ലക്നൗകാരിയായ ഒരു സ്ത്രീ, അതുപോലെ തന്നെ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നൊരു മണിപ്പൂരി ഛാത്രമായിട്ടുള്ള ഒരു കഥ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ मणिपुरी छात्र ये लखनऊ वाली महिला को शादी कर दिया और अपने नगर में, अपने मणिपुर में इम्फाल में वहाँ दोनों में आया और उसके घर में होने वाले संघर्ष उसके बारे में कहा. लेकिन यह माइती बाजार എന്ന് പറയുന്നത് वहाँ के लोगों का समाज व्यवस्था का, हमारी संस्कृतियों का സദ്യവും പുരാന അംഗ് ഹേ എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഭാഗമാണ്, അവരുടെ സംസ്കാരത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ അമ്മായിമ്മയെ മായ്ത്തി ബാസാറിലേക്ക് വിടാനായിട്ട് അവിടെ മരുമകൾ അനുവദിക്കുകയും ചെയ്യുന്നതാണ് നമ്മളതിൽ പറഞ്ഞത്. വീണ്ടും നമ്മൾ പറഞ്ഞു വളരെ സുന്ദരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച്, ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു, മാസ്മായി ഗാവ് എന്ന് പറഞ്ഞു. മാസ്മായി ഗാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മാസ്മായി പ്രഭാതം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്താണത്? നോ ശങ്കതിയ പ്രഭാതം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വളരെ ഒരുപാട് ആളുകൾ കാണാനായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അവിടെ നിരന്തരമായിട്ട് ലഗാതാർ യഹാം പാനി ഗത്ത ജാരഹാത എന്ന് പറയുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് അവിടെ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് പോകുന്നത് എങ്ങോട്ടാണെന്ന് പറയുന്നത് ഈ പാനി ബംഗ്ലാദേശ് കി ഓർ ആകെ ചല ജാത്താ ഹെ, അത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ കാണുന്നുണ്ട്, ഇടയ്ക്ക് മഴ കാണുന്നുണ്ട്. അങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥ. എന്താ പറയുന്നത്? വർഷ ധൂപ് കൊഹരേക്ക് ലുക്കാ ചിപ്പി കാ ഗേൽ വഹാ ചൽത്താ രഹ്താ ഹെ. ഇപ്പോൾ ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴ കാണാം, അപ്പോൾ തന്നെ വെയിൽ വന്ന്, പിന്നെ കുറച്ച് നേരത്തേക്ക് മഞ്ഞ് കാണാം. അങ്ങനെ 3ൻ്റെയും കൂടിയുള്ളൊരു ഹൈഡ് ആൻഡ് സീക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഒളിച്ചുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെയാണ് നമ്മൾ എത്തിയത്. ഇപ്പോൾ ഇവിടെ പറയണേ ഇസി തര വർഷ ധൂപ് कोहरे की लुका छिपी का खेल चलता रहता है यहाँ. ये चिरापुंजी में वर्षा धूप और कोहरे की लुका छिपी का खेल चलता रहता है. इस चिरापुंजी में यहाँ घासी पर्वत श्रृंखलाओं के इस ഏകാന്ത സൗന്ദര്യ സ്ഥൽ മേ, ശാന്ത് ഏകാന്ത സൗന്ദര്യ സ്ഥൽ മേ, ഇത്രയും ശാന്തമായ ഏകാന്തമായിട്ടുള്ള സൗന്ദര്യ സ്ഥലമായിട്ടുള്ള കാസി പർവ്വത നിരകളിലെ ഇങ്ങനെ മഴയുടെയും വെയിലിൻ്റെയും മഞ്ഞിൻ്റെയും കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൻ കർത്താ ഹേ പ്രഭാത് കോ ബസ് നിഹാർത്തേ രഹോ. മനസ്സാഗ്രഹിക്കുകയാണ്. എന്താണ്? ഇസ് പ്രഭാത് കോ, ഈ ഇസ് നോ സംഗതിയാം പ്രഭാത് കോ, മാസ്മായി പ്രഭാത് കോ ബസ് നിഹാർത്തേ രഹോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സാഗ്രഹിച്ചു. കേവൽ നിഹാർത്തേ ഹി ന രഹി ബൽക്കി ഉസ്കെ ജലകണോ കോ നസ്ദീക് സേ ചൂലോ. കേവൽ നിഹാർത്തേ ഹി, നിഹാർന എന്നാണ് ദേക്കണ എന്നുള്ള അർത്ഥമാണ്, കാണുക. കേവലം നോക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല, ബൽക്കി നേരെ മറിച്ച്
ഉസ്കെ ജലഗണോം കോ അതിൻ്റെ ജലഗണങ്ങളെ നസ്തിക് സെ ചൂലോ അടുത്തു നിന്ന് തൊട്ടു നോക്കണമെന്നും ആഗ്രഹിക്കുകയാണ്. നസ്തിക് എന്ന് പറഞ്ഞാൽ അടുത്ത്, ചു എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുക. ലേക്കിൻ നസ്തിക് ജാനേക്ക കൊയി രാസ്ത നഹി ഹേ, പക്ഷേ അടുത്തേക്ക് എത്താനായിട്ട് വേറെ മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. और यह अच्छा ही है कि मेघालय सरकार ने इस प्रभात तक जाने का कोई രജ്ജുമാർഗ് नहीं बनाया. രജ്ജുമാർഗ് എന്ന് പറഞ്ഞാൽ തൂക്കുപാലം എന്ന് പറയും. കയറുകൊണ്ടുണ്ടാക്കുന്ന പാലാണ് രജ്ജുമാർഗ് എന്നാണ് തൂക്കുപാലം. മേഘാലയ സർക്കാരിനെ ഇസ് പ്രഭാത് തക് ജാനെ കാ, മേഘാലയ സർക്കാർ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് യാതൊരു തരത്തിലുള്ള തൂക്കുപാലവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. बनाया होता तो पर्यटन स्थलों को कमाई के अड्डे में बदल देने वाले तथाकथित टूरिस्ट प्रमोटर इस अच्युत प्राकृतिक सौंदर्य स्थल को नष्ट करने में कोई कसर न रख छोड़ते. कसर എന്ന് പറഞ്ഞാൽ കുറവ്, അഡ്ഡേ എന്ന് പറഞ്ഞെങ്കിൽ സെൻറ്റർ, കേന്ദ്രം. രജ്ജുമാർഗ് ബനായ ഹോത്താത്തോ, ഈ തൂക്കുപാലം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ പര്യടൻ സ്ഥലം കി കമായിക്ക് അഡ്ഡേ മേ ബദൽ ജാനെ വാലേ, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പര്യടന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്താണ് പറയുന്നത്, കമായിക്ക് അഡ്ഡേമേയും അതായത് സമ്പാദന കേന്ദ്രമായിട്ട്, കമായി എന്ന് പറഞ്ഞാൽ ഏണിങ്, സമ്പാദന കേന്ദ്രമായിട്ട് ബദൽ ദേനേവാലെ മാറ്റിയെടുക്കുന്ന തഥാകഥിത് നമ്മൾ പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് പ്രൊമോട്ടർ, ഈ ടൂറിസ്റ്റ് പ്രൊമോട്ടർമാർ എന്നറിയപ്പെടുന്ന ആളുകൾ ഒരു തൂക്കുപാലം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സമ്പാദ്യ കേന്ദ്രങ്ങളായി മാറ്റാനായിട്ട് അവർ തയ്യാറാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അച്യുത് പ്രാകൃതിക സൗന്ദര്യ സ്ഥലക്കോ, ആരും തൊടാത്ത, അച്യുത് എന്ന് പറഞ്ഞാൽ ആരും തൊടാത്ത പ്രാകൃതിക സൗന്ദര്യ സ്ഥലക്കോ, ഇത്രയും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തെ നഷ്ടകരണമേ, നഷ്ടപ്പെടുത്തുന്നതിൽ കോയി കസർ നരച്ചോട്ടെ, അതിൽ കുറവൊന്നും അവർ വരുത്തുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, തൂക്കുപാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്രൊമോട്ടർമാരെ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു പറയുന്നത്, സമ്പാദന കേന്ദ്രമായിട്ട് മാറ്റിയിട്ട്, പൈസ സമ്പാദിക്കാനുള്ള കേന്ദ്രമായി മാറ്റിയിട്ട് അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ തന്നെ, ആരും തൊടാത്ത ആ പ്രകൃതി സൗന്ദര്യത്തിനെ കുറവ് വരുത്താനായിട്ട് അവർ ശ്രമിക്കുമായിരുന്നു. അത് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടുള്ള എന്താ പറയുക, ആ സ്ഥലത്തെ നഷ്ടപ്പെടുത്തുന്നതിൽ ഒരു കുറവ് അവർ വരുത്തില്ല. അപ്പോൾ ഒരു കാശ് സമ്പാദിക്കാനുള്ള മാർഗമായിട്ട് അവരത് കണക്കാക്കും ടൂറിസ്റ്റ് പ്രൊമോട്ടർമാരെന്നാണ് പറയുന്നത്. ഉധർ ബംഗ്ലാദേശ് കി തരഫ് ബി അബ് കോഹര കുച്ച് കം ഹോ ഗയാ ഹേ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ആ ഭാഗം കുറച്ച് മഞ്ഞ് മാറിക്കഴിയുമ്പോൾ കുറച്ച് ഭാഗം കാണാനുണ്ട്. ഇപ്പോൾ ആ ഭാഗത്ത് കുറച്ച് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്. കോഹര കുച്ച് കം ഹോ ഗയാ ഹേ, മഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് കാ ഭൂഭാഗ് അബ് കുച്ച് സ്യാദ സ്പഷ്ട ദിക്കായി പറ്റ ഹാഹേ. ഇപ്പം മഞ്ഞ ഭാഗത്ത് കുറച്ച് കുറഞ്ഞപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗം നമുക്ക് കുറച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഹം ലോഗ് അബ് ജീപ്പ് മേ ബൈറ്റ് കർ ലൗട്ട് രഹേ ഹേ, അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പിലിരുന്നുകൊണ്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സംഗമ രാസ്തേ മേ ഖാസി ജയന്തിയ और गारो पहाड़ियों के लोगों के बारे में बताने लगते हैं. സംഗമ നമ്മുടെ രാജകീയ കർമ്മചാരി, സ്റ്റേറ്റിൻ്റെ ഓഫീസർ, അദ്ദേഹം വഴിയിൽ വെച്ച്, മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് ഖാസി, ജയന്തിയ, അതുപോലെ ഗാരോ, ഈ മലപ്രദേശങ്ങളിലെ, ആ പ്രദേശങ്ങളിലെ, പർവ്വത പ്രദേശങ്ങളിലെ ലോഗോം കെ ബാരേമേ, ആളുകളെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വ കഹത്തെ ഹേ ഖാസിയോം കാ യഹാൻ സമ്മാൻ കി ദൃഷ്ടി സെ ദേഖാ ജാതാ ഹേ. ഇപ്പോൾ സംഗമം പറയാണ് ഈ ഖാസിയോം കോ, ഖാസിയോ എന്ന് പറഞ്ഞാൽ ഖാസി പർവ്വത പ്രദേശത്തെ ആളുകളെ യഹാം സമ്മാൻ കി ദൃഷ്ടി സെ, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട്, സമ്മാൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, വളരെ ആദരവോട് കൂടിയിട്ടാണ്, ആ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് ദേഖാ ജാതാ ഹേ നോക്കിക്കാണുന്നത്. യാനി जो गासी है वह समझ लीजिए कि समाज का प्रतिष्ठित व्यक्ति है. ഇപ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ്, എന്താണ്, അതായത് ഖാസി പർവ്വത പ്രദേശത്തെ ആളാണെങ്കിൽ വ സമജ് ലീജിയെ കി സമാജ് കാ പ്രതിഷ്ഠിത വ്യക്തി ഹേ. അപ്പോൾ അതായത് അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ സമൂഹത്തിലെ വളരെ പ്രതിഷ്ഠിത, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഖാസി പർവ്വത മേഖലയിലെ ആളുകളെ ഇവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. ആപ് മേ പൂച്ച്താഹും, ഇപ്പോൾ നമ്മുടെ ലേഖകൻ പ്രദീപ് എന്ന് ചോദിക്കുകയാണ്, ആ താങ്കളോ എന്ന് ചോദിക്കുകയാണ്. ജി ഹാ മേ ബി ഖാസി ഹി ഹും,
और मेरी पत्नी भी സംഗമ ഹസ്തേ ഹുയേ ഗത്തെ ഹേ. അപ്പോൾ സംഗമോട് ചോദിക്കുന്നത് താങ്കൾ ഏതാണ്, ഏത് ഇതിൽ പെട്ടതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സംഗമ പറയാണ് മേം ഭി ഗാസി ഹും, ഞാനും ഗാസി തന്നെയാണ്. മേരി പത്നി ബി ഗാസി ഹേ, എൻ്റെ ഭാര്യ ഗാസി പ്രദേശത്തെ ആളാണ്. സംഗമ ഹസ്തേ ഹുയേ ഗത്തെ, സംഗമ ചിരിച്ചുകൊണ്ട് പറയുന്നു. मैं भी उत्तर प्रदेश के उच्च कुलीन परिवार पर्वतीय परिवार से ही हूँ, हंसते हुए कहता हूँ. അപ്പോൾ ഞാൻ നമ്മുടെ ലേഖകൻ പ്രദീപ് പന്ത് പറയണേ ഹസ്തേ ഹുയേ കഥ ചിരിച്ചുകൊണ്ട് പറയണേ മേം ഭി, ഞാനും ഉത്തർപ്രദേശ് കെ ഉച്ചകുലീൻ പർവ്വതീയ പരിവാർ സേ ഹി ഹും, ഉത്തർപ്രദേശിലെ വളരെ ഉയർന്ന ഒരു കുലീനമായിട്ടുള്ള പർവ്വത പ്രദേശത്തെ കുടുംബത്തിൽ നിന്നതാണ് ഞാനുമെന്ന് നമ്മുടെ ലേഖകൻ അപ്പോൾ പറയാണ്. और फिर हम दोनों ठहाका लगाकर हंस पड़ते हैं. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ടഹാക്ക ലഗാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക. അങ്ങനെ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. ഹമാര യേ ടഹാക്ക ഹം ദോനം പർ ഹി വ്യംഗ് ഹേ, ഞങ്ങളുടെ ഈ പൊട്ടിച്ചിരി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കളിയാക്കലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും, ഒരാൾ പറഞ്ഞു ഞാൻ ഗാസി പർവ്വത മേഖലയിൽ നിന്നുള്ള വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ലേഖകനും പറയണേ ഞാനും ഉത്തർപ്രദേശിലെ വളരെ ഉയർന്നൊരു കുലീനമായിട്ടുള്ളൊരു പർവ്വത കുടുംബത്തിൽ നിന്നുള്ളതിനെയാണ് ഞാനും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്ന രണ്ടുപേരും പരസ്പരം കളിയാക്കിക്കൊണ്ടുള്ള ചിരിയായിരുന്നത്. കഹാ ജാതാ ഹേ കി ജോ പഹലെ മംഗോളിയായി ഭാരതായി ഖാസി और ജയന്തിയ ഉനീം കെ വംശജ് ഹേ. ഈ പറയപ്പെടുന്നൊരു കാര്യമാണ് കഹാ ജാതാ ഹേ, ഇവിടെ പറയുന്നൊരു കഥ അങ്ങനെയാണ്. ജോ പഹലെ മംഗോളിയായി ഭാരതായെ, അതായത് മംഗോളിയൻസാണ് ആദ്യം ഭാരതത്തിൽ വന്നതെന്നാണ് പറയുന്നത്. ഖാസി അവർ ജയന്തിയ ഉനീക്കെ വംശജ് ഹേ. അപ്പോൾ മംഗോളിയൻ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ടവരാണ് ഖാസി, അതുപോലെ തന്നെ ജയന്തിയ പർവ്വത പ്രദേശത്തെ ആളുകൾ മംഗോളിയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്, വംശത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. മംഗോളിയൻസാണ് ആദ്യം ഭാരതത്തിൽ വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. വേ ഇൻ अलग थलग पहाड़ियों में आकर बस गए और अंग्रेज़ों ने जब तक इस क्षेत्र में पैर नहीं पसारे तब तक वे अपनी आज़ादी को सुरक्षित रखते हुए अपना एकाकी जीवन बिताते रहे. संगमा बताते हैं. സംഗമം പറയണ വേ ഇൻ അലഗ് തലഗ്, അലഗ് തലഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, അലഗ് തലഗ് വെവ്വേറെ വ്യത്യസ്തമായിട്ടുള്ള, പഹാഡിയോമേ ആക്കർ ബസ് ഗയേ, ഇതിൽ ഖാസി അതുപോലെ തന്നെ ജയന്തിയ എന്ന് പറയുന്ന വംശം എന്ന് പറയുന്നത് മംഗോളിയൻസിൽപ്പെട്ടവരാണ്. അവർ ആദ്യം ഭാരതത്തിൽ വന്നു പറയുന്നു. അവരിങ്ങനെ ഓരോ മലകളുടെ മുകളിൽ വന്ന് വ്യത്യസ്തമായിട്ടുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലമുകളിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അംഗ്രേസോംനെ ജബ് തക് ഇസ് ക്ഷേത്രമേ പൈർ നഹി പസാരേ തബ് തക്ക്. അപ്പോൾ എപ്പോൾ വരെയാണ് ഈ മേഖലയിൽ ഇംഗ്ലീഷുകാർ കാലെടുത്ത് കുത്താത്തത്, കാലെടുത്ത് വയ്ക്കാത്തത്? പൈർ നഹീം പസാരേ, അതായത് പൈർ പസാര എന്ന് പറഞ്ഞാൽ കാലുകുത്തുക. തബ് തക് വ്യാപന ആസാദിക്കോ സുരക്ഷിത രഖ്തേ ഹുയേ, അതുവരെ ഇംഗ്ലീഷുകാർ ഭാരതത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം വരെ വേ അപ്പനെ ആസാദിക്കോ സുരക്ഷിത രഖ്തേ ഹുയേ, അവരുടെ സ്വാതന്ത്ര്യത്തെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് അപ്പനെ ഏകാഗി ജീവൻ ബിത്താത്തെ രഹി, അവർ ഏകാന്തമായിട്ടുള്ള ജീവിതം അവിടെ ജീവിക്കാനായിട്ട് തുടങ്ങി. സംഗമ ബത്താത്തെ ഹേ, സംഗമ പറയണം. ഇപ്പോൾ ജയന്തിയ അതുപോലെ തന്നെ ഖാസി പർവ്വത മേഖലയിലെ ആളുകൾ എന്ന് പറയുന്നത് ആദ്യമായി ഭാരതത്തിൽ വന്ന മംഗോളിയൻസിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. അവരവിടെ ഇംഗ്ലീഷുകാർ വരുന്നത് വരെ, അവരുടെ ആധിപത്യം വരുന്നത് വരെ അവിടെ സുഖമായിട്ട് അവരെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചു എന്നാണ് പറയുന്നത്. അവർ ഗാരോ, ഈ ഗാരോ പർവ്വത മേഖലയാണ് ആളുകൾ ചോദിക്കുന്നത്. കരീബ് 6 लाख ഗാരോ ലോകം കി മാതൃഭൂമി ഹേ ഗാരോ പർവ്വതമാലായി. ഈ ഗാരോ പർവ്വത നിരകളെന്ന് പറയുന്നത് 6 लाख ഗാരോ ലോകം കി, ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന ഗാരോ ജനങ്ങളുടെ മാതൃഭൂമിയാണ് ഗാരോ പർവ്വതമാലായി. അപ്പോൾ ഗാരോ പർവ്വതമാല എന്ന് പറയുന്നത് കരീബ് 6 लाख ഗാരോ ലോകം കി മാതൃഭൂമി ഹേ. സംഗമ കാ കഹന ഹേ, സംഗമം പറയാണ് आप अक्सर जिस धूमकेतु की चर्चा सुनते हैं उसके लिए ये क्षेत्र काफ़ी चर्चित रहा है. आप अक्सर जिस ധൂംകേത്തി എന്ന് പറഞ്ഞാൽ തട്ടായിട്ടുള്ള കൃഷിയാണ്. ധൂംകേത്തി എന്ന് പറഞ്ഞാൽ തട്ടുകളായിട്ട്, അതായത് മലമ്പ്രദേശമാണ്.
അപ്പോൾ ഉയരങ്ങളിൽ പോകുന്നത് അതിങ്ങനെ തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ് അവിടെ നടത്തുന്നത്, അല്ലാതെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമല്ല. അപ്പോൾ അവിടെ ജൂം ഗേത്തി കേരിയെ പ്രസിദ്ധ എന്ന് പറയുന്നത്. അതായത് തട്ടുതട്ടായിട്ടുള്ള കൃഷിക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച കേട്ടിട്ടുണ്ടാവും. ഉസ്കേരിയ ചെയ്ത് കാഫി ചർച്ച ചെയ്ത് ഹാ ഹേ. അപ്പോൾ ഗാരോ പർവ്വത മേഖല എന്ന് പറയുന്നത് തട്ടുതട്ടായിട്ടുള്ള കൃഷിക്ക് വളരെ അധികം പേര് കേട്ട ഒരു സ്ഥലമാണ്, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ഇത് ഗാരോ पर्वतमालाएं। दंत कथा प्रचलित है कि गारो लोग मूल रूप से तिब्बत के एक प्रांत तोरुवा के निवासी है। ദന്തകഥ എന്നാണ് കേട്ടുകേൾവി. അപ്പോൾ അതിൽ കേട്ടുകേൾവി ഇങ്ങനെയാണ്, എന്താണ്? ഗാരോ ലോക മൂലരൂപസേ, ഈ ഗാരോ ആളുകൾ അടിസ്ഥാനപരമായിട്ട് തിബത്ത് കേക്ക് പ്രാന്ത് തോരുവാക്കിയ നിവാസി ഹേ, തിബറ്റിൻ്റെ ഒരു പ്രാന്തപ്രദേശമായിട്ടുള്ള തോരുവ, അവിടുത്തെ നിവാസികളാണെന്നാണ് പറയുന്നത് ഗാരോ ലോഗ്. അപ്പോൾ ഇവിടെ പ്രചരിക്കുന്നൊരു കഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഗാരോ പ്രദേശത്തെ ആളുകൾ പ്രധാനമായിട്ടും തിബത്തിലെ ഒരു പ്രാന്തപ്രദേശത്ത്, അതായത് തോരുവ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നവരായിരുന്നു പറയുന്നത്. സദിയോം പഹലെ അപ്പനെ സർദാരോ ജപ്പ ജാലിപ്പ और സുഗപ്പ बोंगेप्स ने नेतृत्व में वे तोरुवा से निकल पड़े और स्थायी ठिकाने की खोज में कई शताब्दियों तक ब्रह्मपुत्र घाटी में भटकते रहे और वहाँ के क्रूर शासकों के जोर जुल्म झेलते रहे. അപ്പോൾ അവിടെ സദിയോം പഹലെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അപ്പനെ സർദാരും, അവിടുത്തെ സർദാർമാരായ ജപ്പ ജാലിപ്പി അതുപോലെ തന്നെ സുഗപ്പ ബോങ്കേപ്സ്, ഇവർ രണ്ടുപേരും നേതൃത്വത്തിൽ ഇവർ ഈ തോരുവ നിവാസികൾ, അതായത് വേ തോരുവാസെ നിക്കൽപ്പടെ, അവർ തോരുവയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ സ്ഥായി ടിക്കാനിക്ക് ഗോജ്മേ, സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട്, സ്ഥായി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ്, ടിക്കാനി എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, അപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വാസസ്ഥലം അന്വേഷിച്ചുകൊണ്ട് ടിക്കാനിക്ക് ഗോജ്മേ കൈ ശതാബ്ദിയും തക്ക്, ഒരുപാട് നൂറ്റാണ്ടുകളോളം ബ്രഹ്മപുത്ര ഘാട്ടിമേ, ബ്രഹ്മപുത്ര നദിയുടെ താഴ്വാരത്ത് ഭടക്തേ രഹേ, അലഞ്ഞുകൊണ്ടിരുന്നു. और वहाँ के क्रूर शासकों के जोर जुल्म झेलते रहे. जोर जुल्म എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അന്യായങ്ങൾ. അപ്പോൾ അവിടുത്തെ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ, ശാസകം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ, അവരുടെ ജോർ ജുൽമ ജേൽത്തെ രഹേ, അവരുടെ അന്യായം അക്രമതെല്ലാം സഹിച്ചുകൊണ്ടേയിരുന്നു. ജേൽത്തെ എന്ന് പറഞ്ഞാൽ സഹിക്കുക. അപ്പോൾ ഇവിടുത്തെ സർദാർമാരായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജപ്പ ജാലിപ്പ അതുപോലെ തന്നെ സുഗപ്പ, അവർ രണ്ടുപേരും നേതൃത്വത്തിൽ അവർ തോരുവയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ളൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവർ നൂറ്റാണ്ടുകളോളം ബ്രഹ്മപുത്ര നദിയുടെ താഴ്വാരങ്ങളിൽ അലഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ അന്യായങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അക്രമമൊക്കെ അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു. കാലാന്തർമേ വേ കൈ കബീലോമേ ബൺ ഗയേ और फिर मुख्य कबीले ने अबोंग नेगा के नेतृत्व में नोकरेक पर अधिकार जमा लिया. ഇനി അതിനുശേഷം ഇവിടെ പറയണേ കാലാന്തരത്തിലെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവ കൈ കബീലോമേ, കബീലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘം അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള അർത്ഥം, ഇവർ പല സംഘങ്ങളായിട്ട് ബൺഗയെ, അവരെ വിഭജിച്ചു. അവർ ഫിർ മുഖ്യ കബീലേനെ, അതിൽ പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അത് അബോങ് നേഗാക്കെ നേതൃത്വമേ, അബോങ് നേഗ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ നോക്രേക്ക് പർ അധികാർ ജമാലിയ, നോക്രേക്ക് എന്ന് പറയുന്ന കൊടുമുടിയുടെ മുകളിൽ അധികാർ ജമാലിയ, അവരെ അധികാരം സ്ഥാപിച്ചു എന്ന് പറയുന്നത്. നോക്രേക്ക് യാനി ഗാരോ പഹാഡിയോം കി സബ്സെ ഉഞ്ചി ചോട്ടി. നോക്രേക്ക് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഗാരോ പർവ്വത മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ നോക്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോക്രേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങിയത്. അതായത് കുറേ കാലങ്ങൾക്ക് ശേഷം അവർ പല വിഭാഗങ്ങളായിട്ട്, പല സൊസൈറ്റികളായിട്ട്, സംഘങ്ങളായിട്ട് അവരെ വിഭജിച്ചു. അങ്ങനെ അബാങ് നേഗയുടെ നേതൃത്വത്തിൽ അവർ നോക്രേക്ക് എന്ന് പറയുന്ന കൊടുമുടിയുടെ മുകളിൽ വന്നവരെ അധികാരം സ്ഥാപിച്ചു എന്ന് പറയുന്നത്. നോക്രേക്ക് എന്ന് പറയുന്നത് ഗാരോ പർവ്വത മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ സബ്സെ ഊഞ്ചി ചോട്ടി കൊടുമുടിയാന്ന് പറയുന്നത്. ബഹർഹാൽ ആജ് യഹ് മാനാ ജാത്താ ഹെ കി ഗാരോ ലോഗ് ബോഡോ ജാതി के एक अंग है और यह बोडो जाति तिब्बती बर्मी जाति परिवार की एक शाखा है.
ഇനി ബഹർഹാൽ എന്ന് പറഞ്ഞാൽ നൗ ഇപ്പോൾ ആജ് യഹ് മാനാജാത്ത ഹേ ഇപ്പോൾ ഒരു കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഗാരോ ലോക് ബോഡോ ജാതിക്ക് ഏക് അംഗ് ഹേ ബോഡോ ജാതിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഗാരോ ലോക് എന്നാണ് ഇവിടെ പറയുന്നത്. ബോഡോ ജാതി തിബത്തി ബർമി ജാതി പരിവാർക്ക് ഏക് ശാഖ ഹേ. ഈ ബോഡോ ജാതി എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. അവർ ടിബറ്റ് ബർമ്മ അവരുടെ സങ്കര ജാതി പരിവാർക്ക് സങ്കര ജാതിയുടെ ഒരു ശാഖയായിട്ടാണ് അതിന് പറയുന്നത്. ഈ ബോഡോ ജാതി എന്ന് പറയുന്നത് ടിബറ്റിൻ്റെയും ബർമ്മയുടെ ഇടയിൽ കിടക്കുന്ന ഒരു കുടുംബം ആണെന്ന് പറയുന്നത്. അത് കുടുംബത്തിൻ്റെ ഒരു ശാഖ, ആ ഒരു ജാതിയിൽപ്പെട്ടതാണ് ബോഡോ ജാതി എന്ന് പറയുന്നത്. അത് ഗാരോ ലോകാണ്. ഗാരോ ലോക ബോഡോ ജാതിയിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നത്. छात्र जीवन में समाज शास्त्र का अध्ययन करते हुए कभी खासी जयंती और गारो पर्वतमालाओं और वहाँ के लोगों के बारे में पढ़ा था और अब इस पल अपने को खासी हिल्स में पाकर लगा उस सुदूर अतीत के सपने में पहुँच गया हूँ. छात्र जीवन में विद्यार्थी ജീവിതത്തിലെ സമാജ് ശാസ്ത്ര का अध्ययन करते हुए അതായത് സോഷ്യൽ സയൻസ് പഠിക്കുന്ന സമയത്ത് കബി ഖാസി ജയന്തിയ അവർ ഗാരോ പർവ്വതമാലാവോം അവർ പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഇതുപോലെ ഖാസി പർവ്വതമേഖലയെക്കുറിച്ച് ജയന്തിയ പർവ്വതമേഖലയെക്കുറിച്ച് അതുപോലെ തന്നെ ഗാരോ പർവ്വതനിരകളെക്കുറിച്ചൊക്കെ വഹാം കെ ലോകം കെ ബാരമേ പഠാത്ത അവിടുത്തെ ആളുകളെക്കുറിച്ചും പഠിച്ചിരുന്നു. ഇപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് ഈ പർവ്വതമേഖലയെക്കുറിച്ച് അവിടുത്തെ ആളുകളെക്കുറിച്ചൊക്കെ സോഷ്യൽ സയൻസിലെ സാമൂഹ്യ പഠനത്തിൽ പഠിച്ചിരുന്നു. और अब इस पल ഇപ്പോൾ ഈ നിമിഷം അപ്നേക്കോ കാസി ഹിൽസ് മേ പാക്കർ ലഗ സ്വയം കാസി ഹിൽസിലേക്ക് എത്തിച്ചേർന്നതായിട്ട് അവിടെ തോന്നാനായിട്ട് തുടങ്ങി. ഉസ് സുദൂർ അതീത് കെ സപ്നെ മേ പഹുഞ്ച് ഗയാ ഹും അതായത് അന്നത്തെ ആ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അത് ഇപ്പോൾ അവർക്കത് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. വളരെ അകലെ കിടന്നിരുന്ന ആ സ്ഥലം അതായത് സ്വപ്നത്തിനപ്പുറത്ത് കിടന്നിരുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ ലേഖകൻ അവിടെ സാധിച്ചു എന്ന് പറയുന്നത്. തബ് മൻമേ ഉത്സുകത ജാഗീതി കൈസി ഹോഗി വേ പർവ്വതമാലായി. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കൈസി ഹോങ്കി വേ പർവ്വതമാലായി ഈ 3 പർവ്വത നിരകൾ അല്ലെങ്കിൽ പർവ്വത മേഖല എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കൈസെ ഹോങ്കെ വഹാം കെ ലോക എങ്ങനെയായിരിക്കും അവിടുത്തെ ആളുകൾ. അബ് കം സെ കം ഖാസി പർവ്വതമാലാओं का एक ചോർ തോ ദേഖി ലിയാ ഹേ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഖാസി പർവ്വതമാലയുടെ ഒരറ്റത്തേക്ക് ആ ഒരറ്റം കാണാനെങ്കിലും സാധിച്ചു എന്നുള്ളൊരു ആശ്വാസം ലേഖകനുണ്ടായി. ആ ഒരു ലോക് അതുപോലെ അവിടുത്തെ ആളുകളും. ഇപ്പോൾ ഈ 3 പർവ്വത മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് സോഷ്യൽ സ്റ്റഡീസിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് അവരെക്കുറിച്ച് പഠിക്കാനും ആളുകളെക്കുറിച്ച് അറിയാനൊക്കെ പഠിക്കാനൊക്കെ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്വപ്നത്തിനപ്പുറത്തേക്ക് അവർക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിച്ചു. അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ചുരുങ്ങിയത് നമ്മുടെ ഖാസി പർവ്വത മേഖലയിലെ ആ ഒരു ഭാഗം ഒരറ്റം കാണാനെങ്കിലും അവിടെ സാധിച്ചു എന്ന് പറയുന്നത്. याद आता है बहुत पहले बेलगांव में एक कर्नाटक निवासी से भेंट हुई थी. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് എന്താണ് ബഹുത്ത് പഹലെ ഒരുപാട് നാളുകൾക്ക് മുൻപ് ബെൽഗാവ് ഏക് കർണാടക നിവാസി സെ ബേൺ ഹുയി തി ബെൽഗാവിൽ വെച്ചിട്ട് ഒരു കർണാടകക്കാരനായ ഒരാളെ കണ്ടുമുട്ടിയിരുന്നു. ബേണ്ട് ഹുയി എന്ന് തന്നെ കണ്ടുമുട്ടുക. മേ കാൺപൂർ കെ ക്രാന്തികാരി ശ്രീ സുരേന്ദ്ര പാണ്ഡെ കെ സാത്ത. അപ്പോൾ ഇദ്ദേഹത്തെ കർണാടകനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ കാൺപൂരിലെ ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരിയായ ശ്രീ പാണ്ഡേക്ക് സാത്ത് സുരേന്ദ്ര പാണ്ഡെയുടെ കൂടെയായിരുന്നു ഞാനപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ അവിടെ ഒരു കാര്യം ഇദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, പ്രദീപത്തിന് ഓർമ്മ വരികയാണ്. അതായത് ബെൽഗാവിൽ വെച്ചൊരു കർണാടകക്കാരനെ കണ്ടുമുട്ടി. അന്ന് കാൺപൂരിൽ തന്നെ ഒരു വിപ്ലവകാരിയായിട്ടുള്ള സുരേന്ദ്ര പാണ്ഡെയുടെ കൂടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. कर्नाटक के ये सज्जन उत्तर भारत घूमकर आए थे और पांडे जी को अपने संस्मरण सुना रहे थे. കർണാടകനായ ഈ മാന്യൻ ഈ മാന്യൻ ഉത്തർ ഭാരത് ഘൂംകറായത്തെ വടക്കേ ഇന്ത്യ മുഴുവൻ നടന്നിട്ട് വന്ന ഒരു മനുഷ്യനായിരുന്നു, ചുറ്റിക്കറങ്ങി വന്ന ഒരു മനുഷ്യനായിരുന്നു. അവർ പാണ്ഡേജി കോ അപ്പനെ സംസ്മരൺ സുനാ രഹേ തെ. അപ്പോൾ ഈ കർണാടകക്കാരൻ ഭാരതം മുഴുവൻ അതായത് വടക്കേ ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിട്ടുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ അയാൾ പാണ്ഡേജിയുടെ അടുത്ത് അതായത് കാൺപൂരിലെ ക്രാന്തികാരിയായ ശ്രീ സുരേന്ദ്ര പാണ്ഡേജിയുടെ അടുത്ത് അപ്പനെ സംസ്മരൺ സുനാ രഹേ തെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ ആ ഓർമ്മകൾ അവിടെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു.
पांडे जी ने सहसा उनसे पूछ लिया था उत्तर के लोग तुम्हें कैसे लगे. അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, കാരണം ചുറ്റി നടന്ന ഉത്തരഭാരതം, അതായത് വടക്കേന്ത്യ മുഴുവൻ ചുറ്റി നടന്ന് വന്നൊരു മനുഷ്യനായിരുന്നു. അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പാണ്ഡേജി പെട്ടെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഉത്തർ കെ ലോഗ് തുമേ കൈസയിലേക്ക്, വടക്കേ ഇന്ത്യയിലെ ആളുകൾ താങ്കളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. ഭാരത് മേ ജഹാൻ ചാവോ ലോക് സബ് ജഗ എക് സേ ഹി ഹെ. അപ്പം അയാൾ പറയണേ, ഭാരതത്തിൽ എവിടെ പോയാലും അവിടുത്തെ ആളുകൾ എല്ലായിടത്തും എന്ന് പറയുന്നത്, അതായത് ഭാരതത്തിലെ എല്ലാ ആളുകളും സബ് ജഗ എക് സേ ഹി, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഉനോനെ കഹാത്ത, അദ്ദേഹം പറയാണ്, കർണാടകക്കാരൻ പറയാണ്, എല്ലായിടത്തും ഒരേപോലെയുള്ള ആളുകളാണ്. ഹാ ബോലി പഹനാവെ നാക് നക്സ് മേ തോടാ ബോത്ത് അന്തർഹേ. പിന്നെ പറയാനുള്ള കാര്യം ഇതാണ്, അതേപോലെ ഭാഷ, വസ്ത്രധാരണം, പഹനാവെ വസ്ത്രധാരണം, നാക് നക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, മുഖച്ഛായ, സ്മേൻ തോടാ ബോത്ത് അന്തർഹേ, അതിൽ മാത്രം വളരെ കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ, ഭാരതത്തിൽ എവിടെ ചെന്നാലും എല്ലായിടത്തും ആളുകൾ ഒരുപോലെ തന്നെ എന്നാണ് അയാൾ അഭിപ്രായപ്പെട്ടത്. കുറച്ച് വ്യത്യാസമുള്ളത് ഭാഷ, ബോലി, പഹനാവെ, നാക് നക്സ്, ഇതിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ. ഈ സ്വാഭാവിക് ഹി, അത് സ്വാഭാവികം തന്നെയായിരുന്നു. ഭൗഗോളിക് സ്ഥിതിയ ഐസ അന്തർ കർദിത്തി ഹി, അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവസ്ഥകളാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. യഹാം ഇൻ ഖാസി പർവ്വതമാലാവും കെ ലോഗ് ശേഷ് ഭാരതീയം ജയ്സെ ഹി ഹെ, ഇവിടുത്തെ ഖാസി പർവ്വതമാലയിലെ ആ പർവ്വത മേഖലയിലെ ആളുകൾ ബാക്കി ഭാരതീയരെ പോലെ തന്നെയാണെന്ന് പറയുന്നത്. ഹാ ഉൻകെ നാക് നക്സ്, ഉൻകെ പഹനാവെ, ഉൻകി ബോലി മേ ജറൂർ അന്തർ ഹെ, കുറച്ച് വ്യത്യാസമുള്ള അവരുടെ മുഖച്ഛായ അല്ലെങ്കിൽ അവരുടെ രൂപത്തിൽ, അവരുടെ വസ്ത്രധാരണത്തിൽ, അവരുടെ ഭാഷയിൽ, അതിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അതിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. ഉൻകെ പർവ് ത്യോഹാർ ബി അലഗ് ഹെ, ഇനി അവരുടെ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ വ്യത്യസ്തമാണെന്നാണ്, ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാണെന്ന് പറയുന്നത്. ഉൻകെ രംഗാരംഗ നൃത്യം കാപ്പന സൗന്ദര്യ ഹേ, അവരുടെ നൃത്തങ്ങൾ, രംഗാരംഗ നൃത്യം എന്ന് വളരെ കളർഫുള്ളായിട്ടുള്ള നൃത്തങ്ങളാണ്, അത് വളരെ മനോഹരമായിട്ടുള്ള നൃത്തമാണെന്ന് പറയുന്നത്. പിച്ചിലി രാത്തേക്ക് സമാരോഹമേ കാസിയം കാ നോഗ് ക്രേം നൃത്യ ദേക്കാത്ത. അപ്പോൾ ഖാസി പർവ്വത മേഖലയിലെ ആളുകളുടെ നൃത്തത്തിൻ്റെ പേരാണ് നോങ് ക്രേം എന്നുള്ള നൃത്തമാണ്. അത് പിച്ചിലി രാത്ത്, കഴിഞ്ഞ രാത്രിയിലെ ഏക സമാരോഹമേ, ഒരാഘോഷത്തിലെ ഖാസിയം കാ നോങ് ക്രേം നൃത്യ ദേക്കാത്ത, ഖാസി പർവ്വത മേഖലയിലെ ആളുകളുടെ നൃത്തത്തിൻ്റെ പേരാണ് നോങ് ക്രേം എന്ന് പറയുന്നത്. ആ നൃത്തം അവർ കണ്ടിരുന്നു. उनका प्रमुख नृत्य है यह जो 5 दिन धार्मिक उत्सव के अवसर पर किया जाता है. ഇപ്പോൾ എന്താ പറയുന്നത്, ജോ 5 ദിൻ, ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നൃത്തമാണ് നോങ് ക്രേം എന്ന് പറയുന്ന ഈ നൃത്തം. അതെവിടെയാണ് കാണുന്നത്, ഖാസി പർവ്വതമാലാവുമേ, അതായത് ഖാസി പർവ്വത പ്രദേശത്ത് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു നൃത്തമാണ് നോങ് ക്രേം എന്ന് പറയുന്നത്. ജോ 5 ദിൻ, അത് 5 ദിവസം ധാർമ്മിക് ഉത്സവയ്ക്ക് അവസർ പർ കിയാ ജാതാ ഹെ, മതപരമായുള്ള ഉത്സവങ്ങൾ നടത്തുന്ന സമയത്താണ് അവർ ഈ നൃത്തം നടത്താറെന്ന് പറയുന്നത്. എത്ര ദിവസം, 5 ദിവസം, 5 ദിൻ ധാർമ്മിക് ഉത്സവയ്ക്ക് അവസർ പർ, മതപരമായിട്ടുള്ള ഉത്സവത്തിൻ്റെ അവസരത്തിലാണ് അവർ ഈ നൃത്തം ചെയ്യാറ്. സമൂഹ നൃത്യമേ കൈ ജോടെ സ്ത്രീ പുരുഷ പാവ് തിരക്ക് ഉട്ത്തേ ഹേ, തിരക്ക് ഉട്ട്ന എന്ന് പറഞ്ഞാൽ ചുവട് വയ്ക്കുക. അപ്പോൾ ഈ സമൂഹ നൃത്തമാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് അവിടെ ചുവട് വയ്ക്കുന്നു എന്ന് പറയുന്നത്. നോങ് ക്രേം നൃത്തത്തിൽ അത് സമൂഹ നൃത്തമാണ്. അതിൽ കൈ ജോടെ സ്ത്രീ പുരുഷേ, അനേകം ജോഡി സ്ത്രീ പുരുഷന്മാരെ പാവ് തിരക്ക് ഉട്ത്തേ ഹേ, ചുവട് വയ്ക്കുന്നു, നൃത്തം ചെയ്യുന്നു. नृत्य और उत्सव के जरिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. ഇത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തുന്നത്, നൃത്തം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്, നൃത്യ और उत्सव के जरिए, അതായത് ഈ നൃത്തവും അതുപോലെ തന്നെ ഉത്സവം മുഖേന, के जरिए के द्वारा മുഖേന, ശാന്തി और സമ്പന്നത की കാമന, ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം, അതുപോലെ തന്നെ സമ്പന്നത, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. കാമന കി ജാതി ഹേ, കാമന കി ജാതി ഹേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. അത് മാത്രമല്ല, അച്ചി ഫസൽ, നല്ല വിളവ്, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, നല്ല വിളവ് കിട്ടിയതിന്
ഈശ്വർക്കോ ധന്യവാദ് ദിയാ ജാത്താ ഹി, ഈശ്വരനോട് നന്ദി പറയുകയും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ നൃത്തത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ശാന്തി और संपन्नता की कामना और अच्छी फसल के लिए ഈശ്വർ को ധന്യവാദ് ദിയാ ജാത്താ ഹി. അതായത് ഇവിടെ സമാധാനവും സമ്പത്തും അവരാണ് ആഗ്രഹിക്കുന്നു. ഈ ഉത്സവം വഴി, ഈ നൃത്തം വഴി അവർ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല വിളവ് കിട്ടിയതിനെ ഈശ്വർക്കോ ധന്യവാദ് ദിയാ ജാത്താ ഹി, ഈശ്വരനെ നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പനെ ടങ്ക് കാ അലഗ് നൃത്യ ഹേ യഹ്, അപ്പോൾ അവരുടെ രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നൃത്തമാണിത്. अपने अंचल की विविधता को समेटे हुए लेकिन इसके पीछे उत्तर और दक्षिण भारत के उन नृत्यम जैसी ही भावना निहित है जो फसल कटाई की खुशी में गाँव गाँव में आयोजित किया जाता है. വിളവുത്സവം എന്ന് പറയും. എന്താണ് പറയുന്നത്? अपने टंग का अलग नृत्य है यह अपने अंचल की विविधता को समेटे हुए, സമ്മേട്ടനം ഒന്നിപ്പിച്ചിട്ട്, अपने अंचल की അവരുടെ പ്രദേശത്തിൻ്റെ വൈവിധ്യത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് लेकिन इसके पीछे, പക്ഷെ അതിൻ്റെ പിന്നിലെ ഉത്തര और दक्षिण भारत के उन नृत्यम जैसी ही भावना निहित है, ഉത്തര ഭാരതത്തിലെ അതായത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലൊക്കെ അവരുടെ നൃത്തത്തെ ആ ഒരു ഭാവന, അതായത് അവിടെ ഇതുപോലെ വിളവിൻ്റെ ഉത്സവങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ പൊങ്കൽ എന്ന് പറയുന്നു, അതുപോലെ ഓണം എന്ന് പറയുന്നു, അങ്ങനെ പല പേരിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലേക്കിൻ ഇൻകെ പീച്ചെ ഉത്തര और दक्षिण भारत के उन നൃത്യം ജയ്സി ഹി ഭാവന നിഹിത ഹേ, ഉത്തര ഭാരതത്തിലെ ദക്ഷിണ ഭാരതത്തിലെ അവരുടെ നൃത്തങ്ങൾ, അവരെ ആഘോഷങ്ങൾ നടത്തുന്നു, അതിൻ്റെ ഭാവന, അതിൻ്റെ സങ്കല്പങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറയുന്നത്. ജോ ഫസൽ കട്ടായിക്ക് ഖുഷി മേ ഗാവ് ഗാവ് മേ ആയോജിത് കിയ ജാത്തെ ഹേ. ഫസൽ കട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്യ, ഫസൽ കട്ടായിക്ക് ഖുഷി മേ, അതായത് കൊയ്ത്തുത്സവമായിട്ട് ആ നല്ല വിളവ് കൊയ്തതിൻ്റെ ആ സന്തോഷത്തിൽ ഗാവ് ഗാവ് മേ ആയോജിത് കിയ ജാത്തെ ഹേ, ഓരോ ഗ്രാമങ്ങളിലും അവരെ ആഘോഷിക്കുന്നത്. ഫസൽ കട്ടായി എന്നാണ് വിളവെടുപ്പിൻ്റെ ഉത്സവം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഗ്രാമങ്ങളിൽ ഇതവരെ സംഘടിപ്പിക്കുന്നത്. ഇസി തരഹ് ഫസൽ കി ബുവായി യാ ഉസ്കെ ബാദ് വിഭിന്ന അഞ്ചലോ മേ ഉത്സവം മനായ ജാത്തെ ഹേ. അപ്പോൾ അത് കൂടാതെ ഇതുപോലെ തന്നെ ഫസൽ കി ബുവായി, വിത്ത് വിതയ്ക്കുന്ന സമയത്ത്, ബുവായി എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, ഫസൽ കി ബുവായി യാ ഉസ്കെ ബാദ് വിഭിന്ന അഞ്ചലോ മേ ഉത്സവം മനായ ജാത്തെ ഹേ. അപ്പോൾ ഫസൽ കട്ടായിക്ക് ഖുശിമേ ഉത്സവം മനായ ജാത്തെ ഹേ, അതായത് വിളവെടുപ്പിന് സമയത്ത് ആഘോഷം ഉണ്ടാകുന്നത് പോലെ തന്നെ ഫസൽ കി ബുവായിക്ക് സമയമേ और उसके बाद में विभिन्न अंचलों में ये उत्सव मनाए जाते हैं. അപ്പോൾ വിത്ത് വിതയ്ക്കുന്ന സമയത്തും അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ അവരെ ആഘോഷിക്കുന്നു. ജയന്തിയ പഹാഡിയോമേ ബി ഐസാഹി ഉത്സവം ആയോജിത് കിയാ ജാത്താ ഹേ. ഇനി ജയന്തിയ പർവ്വത മേഖലയിലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഹർ വർഷ് ജിസ്കാ നാം ഹേ ബെഹഡൻ ഖലാം. അപ്പോൾ നമ്മൾ ഖാസി പർവ്വത മേഖലയിലെ ആ ഉത്സവത്തിൻ്റെ ആ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ആ നൃത്തത്തിൻ്റെ പേര് പറഞ്ഞു നോങ്ക് ക്രൈം എന്നുള്ളതാണ് ആ നൃത്തത്തിൻ്റെ പേര്. അപ്പോൾ ഖാസി പർവ്വത മേഖലയിലാണ് അത് പറഞ്ഞത്. ഈ നമ്മൾ ജയന്തിയ പഹാഡിയോമേ ബി, ജയന്തിയ പർവ്വത മേഖലയിലും ഐസാഹി ഉത്സവവും ആയോജിത് കിയാ ജാത്താ ഹേ, ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഹർ വർഷ്, ഓരോ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. ജിസ്കാ നാം ഹേ ബെഹഡൻ ഖലാം, ആ നൃത്തത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഉത്സവത്തിൻ്റെ പേരാണ് ബെഹഡൻ ഖലാം എന്നുള്ളത്. നാം മേ ഭലേ ഹി ഭിന്നതാ ഹേ കിന്തു ഐസെ ഉത്സവ് ദേശ് മേ ഹർ കഹി മനായ ജാത്താ ഹേ. പേരിൽ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നോക്രൈം എന്ന് പറഞ്ഞു ഖാസിയിൽ, ഇതിവിടെ ജയന്തിയിൽ പറഞ്ഞു ബെഹഡൻ ഖലാം എന്ന് പറയുന്നു. പേരിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. കിന്തു ഐസെ ഉത്സവ് ദേശ് മേ ഹർ കഹി മനായ ജാത്താ ഹേ. ഈ ഉത്സവം, ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും അത് ആഘോഷിക്കുന്നുണ്ട്. രാത് കെ സമാരോഹ മേ ബംഗള നൃത്യ ഭി ദേഖാ താ ഫസൽ കട്ടായി കെ ഹർഷോല്ലാസ് കാ നൃത്യ. ഇനി രാത്രിയിലെ ആഘോഷ സമയത്ത് ബംഗള നൃത്തവും കാണാറുണ്ടായിരുന്നു. അതുപോലെ അത് ഫസൽ കട്ടായി കെ ഹർഷോല്ലാസ് കാ നൃത്യ ഹേ, ഫസൽ അതായത് വിളവെടുപ്പിൻ്റെ സന്തോഷത്തിൻ്റേതായിട്ടുള്ള നൃത്തമാണത്. രാത് കെ സമാരോഹമേ ബംഗള നൃത്യ, അതായത് അപ്പോൾ രാത്രിയിൽ ആഘോഷവേളയിൽ ഇതുപോലെ പാട്ടും നൃത്തമൊക്കെ ഉണ്ടാവാറുണ്ട്. അതും ഇതുപോലെ വിളവെടുപ്പിൻ്റെ സന്തോഷത്തിൻ്റേതായിട്ടുള്ള നല്ല വിളവെടുപ്പ് കിട്ടിയതിൻ്റെ ആഘോഷമാണ് അവിടെ നടത്തുന്നത്. ബഡി ബഡി ലംബി ढोलकों के आकार वाले वाद्यों के साथ लिए अनेक पुरुष मंच पर आ गए थे. बड़ी बड़ी
ലംബി ഠോലക്കോം കെ ആകാർ വാലെ, അതായത് നല്ല വലിയ നീളമുള്ള ഠോലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാദ്യങ്ങൾ, അതായത് ചെണ്ട പോലത്തെ സാധനങ്ങൾ, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ട് അനേക പുരുഷ്, ഒരുപാട് പുരുഷന്മാരെ മഞ്ച് പർ ആ ഗയേ थे, ഈ സ്റ്റേജിലേക്ക് വരുമായിരുന്നു. ഉൻകെ സാത്ത് ദി സ്ത്രീയാം, പുരുഷന്മാർ മാത്രമല്ല അവരുടെ കൂടെ സ്ത്രീകളും ഉണ്ടാകുമായിരുന്നു. और फिर अपनी लय में डूबे वे जाने कितनी देर तक नाचते गाते रहे थे. അങ്ങനെ ആ വാദ്യോപകരണങ്ങളെ വാദ്യഘോഷങ്ങളോടുകൂടി ഈ പുരുഷന്മാരും സ്ത്രീകളും എന്താ പറയുന്നത് എത്ര നേരം വരെ, അതായത് എത്ര മണിക്കൂറോളം ഇങ്ങനെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരുപാട് നേരം രാത്രിയിൽ അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. സംഗീത് കി ലയബദ് ധാര ബഹ് ചലിത്തി, സംഗീതത്തിൻ്റെ വളരെ താളാത്മകമായിട്ടുള്ള ഒരു പ്രവാഹം തന്നെ അവിടെ ഒഴുകിയിരുന്നു. സംസ്കൃതിക്ക് ഈ പരമ്പരാഗത് അജസ്രധാര ജാനെ കിത്തനെ ശതാബ്ദിയോം സേ ബഹത്തി ചലി ആ രഹി ഹേ. ഈ സംസ്കൃതി എന്ന സംസ്കാരത്തിൻ്റെ ഈ പരമ്പരാഗതമായിട്ടുള്ള അജസ്രധാര, അജസ്ര എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള ഈ പ്രവാഹം, കിത്തനെ ശതാബ്ദിയോം സേ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നാളുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് അവരുടെ സംസ്കാരത്തിൻ്റെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ പ്രവാഹം അവിടെ നടന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നൃത്തങ്ങൾ ആഘോഷങ്ങളവിടെ പരമ്പരാഗതമായിട്ട് അവിടെ നടന്നുകൊണ്ടേയിരുന്നു. യഹാം ഇൻ പർവ്വതമാലാओं में ही नहीं देश के हर कोने में जिसका नाम कहीं बैसाखी है तो कहीं പൊങ്കൽ या कहीं कुछ और. ഇപ്പോൾ ഇവിടെ പറയണേ നമ്മുടെ ഭാരതത്തിലെ ഈ ഖാസി, ജയന്തിയ, ഗാരോ പർവ്വത മേഖലയിൽ മാത്രമല്ല, ദേശ് കെ ഹർ കോനേമേ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും ജിസ്കാ നാം കഹീം ബൈസാഖി ഹേ, ചില സ്ഥലത്ത് അതിൻ്റെ പേര് ബൈസാഖി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഹീം പൊങ്കൽ, ചിലയിടത്ത് അതിൽ പൊങ്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഹീം കുച്ചോർ, വേറെ സ്ഥലത്ത് വേറെ പേരിൽ. കേരളത്തിൽ നമ്മൾ ഓണാഘോഷിക്കുന്നു. അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ ഉത്സവം, അല്ലെങ്കിൽ പുത്തിരി ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിറപുത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ട് പുത്തിരി ആഘോഷം. അതുപോലെ തന്നെ ഓണം കേരളത്തിൽ ആഘോഷിക്കുന്നു, തമിഴ്നാട്ടിൽ പൊങ്കൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് വിളവെടുപ്പിൻ്റെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ഖാസി പർവ്വത മേഖലയിലെ ആളുകളുടെ നോക്ര നൃത്തമാണ്. അതുപോലെ തന്നെ ജയന്തിയ പർവ്വത മേഖലയിലെ നൃത്തത്തിൻ്റെ പേര് പറഞ്ഞു ബെഹഡൻ ഖലാം എന്ന് പറഞ്ഞു ആഘോഷത്തിൻ്റെ പേര്. അവിടെ ബംഗ്ലാ നൃത്തം കൂടി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഫസൽ കട്ടായിക്ക് ഇവിടെ വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് इसके माध्यम से, അതായത് നൃത്യ और उत्सव के माध्यम से ശാന്തി और സമ്പന്നത की कामना करती है, അതായത് സന്തോഷം സമാധാനമൊക്കെ സമ്പത്തൊക്കെ വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അച്ചി ഫസൽ കേരിയെ ഈശ്വർക്കോ ധന്യവാദ് ദിയാ ജാത്ത ഹേ, നല്ല വിളവ് കിട്ടിയ ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവർ ആഘോഷങ്ങൾ അവിടെ നടത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പലയിടത്തും പല പേരിലാണ്. ഇപ്പോൾ ചിലയിടത്തും വൈശാഖി എന്ന പേരിൽ അറിയപ്പെടും, ചിലയിടത്ത് പൊങ്കൽ എന്ന പേരിൽ അറിയും, ചിലയിടത്ത് ഓണം എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിൽ, ബിഹു എന്ന പേരിൽ, അങ്ങനെ പല സ്ഥലത്തും പല പേരിൽ ഈ ഉത്സവങ്ങൾ അവിടെ നമ്മുടെ ഭാരതത്തിൽ ആഘോഷിക്കുന്നുണ്ട്. മേ യഹി സബ് സോച്ച് രഹാ ഹൂം കി തബി ഏക് സ്ഥാൻ പർ ജീപ്പ് രുക്തി ഹേ, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഏക് സ്ഥാൻ പർ ജീപ്പ് രുക്തി ഹേ, ഒരു സ്ഥലത്ത് നിന്ന് ജീപ്പ് അവിടെ നിർത്തുകയാണ്. ഹം ഉദർത്തെ ഹേ, ഞങ്ങളെല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങുന്നു. യഹ് ഊഞ്ചി പഹാടി ഹേ, നല്ല ഉയരമുള്ളൊരു പർവ്വതമാണ്. നീച്ചേ ജംഗൽ, താഴെയാണെങ്കിലോ കാടാണ്. സംഘമ ദൂർ ഉസ് പർ ഇഷാര കർത്തെ ഹുയെ കഹത്തെ ഹേ യേ ദേഖിയേ യഹാം സേ ബംഗ്ലാദേശ് ഔർ സാഫ് ദിഖായി ദേ രഹാ ഹേ. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ജീപ്പ് നിർത്തുന്നു, എല്ലാവരും ഇറങ്ങുന്നു. നോക്കുമ്പോൾ വലിയൊരു മലയാണ്, താഴെയാണെങ്കിൽ വലിയ കാടാണ്. സംഗമ കുറച്ച് ദൂരത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് എന്താ ഏതേക്ക് യഹാം സേ ബംഗ്ലാദേശ് ഓർ സാഫ് ദിഖായി ദേ രഹാ ഹേ. ഇവിടെ നോക്കുമ്പോൾ ബംഗ്ലാദേശ് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ മാസ്മായി പ്രഭാതം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ട് പോയിരുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്കാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറച്ച് മഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് കൃത്യമായിട്ടത് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഭാഗം കൃത്യമായിട്ടത് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്.
വഹ് ബിൽക്കുൽ ടീക് കഹ് രഹേ ഹേ. അപ്പോൾ സംഗമ പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. ഇത്തന നസ്തിക് ഹേ ബംഗ്ലാദേശ് കി വിമാൻ സെ ഉഠാൻ ഭരി ജായേ തോ ഏക് മിനിറ്റ് ബി ന ലഗേ വഹാം പഹുഞ്ചനെ മേ. അപ്പോൾ അത്രയും അടുത്താണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അത്രയും അടുത്ത്, നസ്തിക് എന്ന് പറഞ്ഞാൽ അടുത്ത്, നിക്കട്ട്. ബംഗ്ലാദേശ് കി വിമാൻ സെ ഉഡാൻ ഭരി ജായത്തോ, ഇനി വിമാനത്തിൽ കയറിയിട്ട് പോവുകയാണെങ്കിൽ ഏക് മിനിറ്റ് ബി നലകെ വഹാം പഹുഞ്ചനെ, അവിടെ എത്താനായിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല. അത്രയും അടുത്തായിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. വഹി പാനി മേ ഡൂബ ഭൂഭാഗ് ലേക്കിൻ ഇസ് ബാർ ബംഗ്ലാദേശ് കെ ഗാവ് കി ഛത്തേൻ തക് സാഫ് ദിക്കായി പഡ് രഹി ഹേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ സംഗതിയാം അല്ലെങ്കിൽ മാസ്മായി പ്രഭാതം എന്ന് പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകുന്ന ആ വെള്ളം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്കാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. അവിടെ പറയണേ വഹി പാനിമേ ഡൂബ ഭൂഭാഗ്, അവിടെ വെള്ളത്തിൽ മുങ്ങിയ ബംഗ്ലാദേശിൻ്റെ പ്രദേശങ്ങൾ. ലേക്കിൻ ഇസ് ബാർ ബംഗ്ലാദേശ് കെ ഗാവ് കി ഛത്തേം തക്ക്, ഇപ്രാവശ്യം ബംഗ്ലാദേശിൻ്റെ ദേശിലെ ഗ്രാമങ്ങളുടെ മേൽക്കൂര വരെ സാഫ് ദിക്കായി പഡ് രഹി ഹേ, ശരിക്കും കാണാനായിട്ട് സാധിച്ചിരുന്നു. ബഗൽ മേ ഏക്ക് ഗോളാകർ വിശാൽ പത്ര ഹേ. ബഗൽ മേ സൈഡിൽ ഏക്ക് ഗോളാകർ വിശാൽ പത്ര ഹേ, ഒരു ഗോളാകൃതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള വളരെ വിശാലമായൊരു കല്ലുണ്ട്. സംഗമ ബതാത്തേ ഹേ യഹ് പ്രാകൃതിക് ശിവലിംഗ് ഹേ. അപ്പോൾ ആ ഗോളാകൃതിയിലുള്ള വിശാലമായൊരു കല്ല് കണ്ടപ്പോൾ സംഗമ പറയണേ ഇതാണ് പ്രാകൃതിക് ശിവലിംഗ് ഹേ, നാച്ചുറലായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ആ കാണുന്നതെന്ന് സംഗമ കൂടെ ഉണ്ടായിരുന്നവരോട് പറയാണ്. ഫിർ വഹ് കുച്ച് ദൂർ പർ വൈസേ ഹി ഏക് അന്യ ശിവലിംഗ് കി ഓർ സംഗീത് കർത്തേ ഹേ. അതുമാത്രമല്ല കുറച്ചും കൂടി അകലെ അതുപോലെയുള്ള വേറെ ശിവലിംഗവും അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. സച്ച്മുച്ച് പ്രകൃതി കാ ആശ്ചര്യ ഹേ യേ ശിവലിംഗ്. സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ആശ്ചര്യം തന്നെയാണ് ഈ ശിവലിംഗമെന്ന് പറയുന്നത്. അവർ ആശ്ചര്യത്തോ മാസ്മായി ഗാവ് കി ഗുഹായം ബി ഹേ. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ, കേവ്. അതുമാത്രമല്ല മാസ്മായി ഗ്രാമത്തിലെ ഒരുപാട് ഗുഹകളുണ്ട്, അതും വളരെ ആശ്ചര്യകരമായ കാര്യമാണ്. അപ്പോൾ ഈ കല്ല് കാണിച്ചു കൊടുത്തു, അത് ശിവലിംഗ എന്ന് പറഞ്ഞത് നാച്ചുറലായിട്ടുള്ള ശിവലിംഗ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ശിവലിംഗങ്ങളുണ്ട്, അത് ഈ പ്രകൃതിയുടെ തന്നെ അത്ഭുതമായിട്ട് അവിടെ കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഗുഹകളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിറാപുഞ്ചിയിൽ പോയിട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കർണാടകക്കാരനെ കണ്ടുമുട്ടുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഭാരതത്തിൽ എവിടെ ചെന്നാലും എല്ലാ ആളുകളും അവരുടെ സംസാര ഭാഷയായാലും അവരുടെ രൂപമായാലും അവരുടെ വസ്ത്രധാരണമായാലും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഓരോ പ്രദേശത്തുണ്ട്, പല സ്ഥലങ്ങളിലും പല പേരിലാണത് അറിയപ്പെടുന്നത്. ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയെന്ന് പറയുന്നത് കിസ്കേ ലിയേ ഈ ഉത്സവ നൃത്യ കിസ്കേ ലിയേ മനാത്തെ ഹേ, എന്തിനു വേണ്ടിയിട്ടാണ് അവരാഘോഷിക്കുന്നത്? ശാന്തി और संपन्नता की कामना के लिए और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. इसी कारण से ये ഉത്സവം മനാജാത്തെ ഹേ. ഇവിടെ ഉത്സവങ്ങൾ അതുകൊണ്ടാണ് അവിടെ ആഘോഷിക്കുന്നത്. നോക്രയം പറഞ്ഞു, പേഹ്ഡൻ കലാം പറഞ്ഞു. അതുപോലെ തന്നെ ബൈസാഖി, പൊങ്കൽ, ഓണം, ബിഹു എന്നൊക്കെ പറയുന്ന ഉത്സവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.